നമസ്കാരം. ഇന്ധനവില വർദ്ധിക്കുന്നത് വാർത്തയല്ലാതായിട്ടുണ്ട്. സാധാരണ കാര്യം എന്ന നിലക്കാണ് പെട്രോൾ ഡീസൽ വില വർധനയെ ഈ ദിവസങ്ങളിൽ പലരും കാണുന്നത്. എന്നാൽ അങ്ങനെ പരിഗണിക്കാവുന്ന സാഹചര്യവും കടന്നിരിക്കുന്നു ഇപ്പോൾ എന്നതാണ് നില. ഇന്ന് ഈ ദിവസം ഇന്ധനവില ചരിത്രത്തിലെ ഏറ്റവും കൂടിയ നിലയിലാണ്. തിരുവനന്തപുരത്ത് ഇന്ന് പെട്രോളിന് 75 രൂപ 25 പൈസയാണ് വില. ഡീസലിന് 67 രൂപ 39 പൈസയും. നേരത്തെയും ഇത്ര വലിയ തോതിൽ വിലവർധന ഉണ്ടായിട്ടുണ്ട് ഇന്ധനത്തിന്. 2013 ഏതാണ്ട് ഈ വില വരെ തന്നെ എത്തിയിരുന്നു. എന്നാൽ ഇന്നത്തെയും അന്നത്തെയും സാഹചര്യങ്ങൾ തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. അത് ഈ രണ്ട് കാലത്തെയും ക്രൂഡ് ഓയിൽ വിലകൾ തമ്മിലുള്ള അന്തരമാണ്. 2013 ക്രൂഡ് ഓയിൽ വീപ്പ ഒന്നിന് $148 ആയിരുന്നുവെങ്കിൽ ഇപ്പോഴത് $69 മാത്രമേ ഉള്ളൂ. ലോകവിപണിയിൽ വില എത്ര കുറഞ്ഞാലും അതിൻ്റെ ഗുണം നമുക്ക് സാധാരണക്കാർക്ക് കിട്ടില്ല എന്നതിന് ഇതേക്കാൾ വലിയ തെളിവും ഉദാഹരണവും വേണ്ടതില്ല. ഇന്ധനവില കുറയ്ക്കും എന്ന് പല ഘട്ടങ്ങളിൽ അവകാശവാദം ഉന്നയിച്ച സർക്കാർ കേന്ദ്രം ഭരിക്കുന്ന കാലത്താണ് ഇത് എന്നത് കാര്യങ്ങളെ കൂടുതൽ ഗൗരവമാക്കുന്നു. ഇതാണ് പ്രൈം ഡിബേറ്റിലെ വിഷയം. ഇന്ധനവില സാധാരണക്കാരനെ ഭയപ്പെടുന്ന മട്ടിൽ കുതിച്ചു കയറുന്നത് എന്തുകൊണ്ടാണ്? അവശ്യ സാധനങ്ങൾക്ക് വില കൂടാൻ ഇത് കാരണമാകില്ലേ? കേന്ദ്ര സർക്കാരോ ഇക്കാര്യത്തിൽ കുറ്റക്കാർ? ചർച്ചയിലേക്ക് സ്വാഗതം. ഈ വിഷയത്തിൽ നിങ്ങൾക്കും പ്രതികരിക്കാം. പ്രേക്ഷകർക്ക് ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും അവരുടെ പ്രതികരണം അറിയിക്കാൻ ഉള്ള ചോദ്യം ഇതാണ്: ഇന്ധന വില വർധന കേന്ദ്ര സർക്കാരിൻ്റെ ജനവഞ്ചനയാണോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. കേന്ദ്ര സർക്കാരിൻ്റെ ജനവഞ്ചനയാണോ ഇന്ധന വില വർധനയുടെ കാര്യത്തിൽ കാണുന്നത് എന്ന കാര്യത്തിൽ നിങ്ങൾക്കും പ്രതികരിക്കാം ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും. നമുക്ക് ചർച്ചകളിലേക്ക് കടക്കാം. ഇപ്പോൾ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP കൊല്ലത്ത് നിന്ന് നമ്മോടൊപ്പം ചർച്ചയിൽ ചേരുകയാണ്. ശ്രീമതി മേരി ജോർജ് സാമ്പത്തിക വിദഗ്ധ എനിക്കൊപ്പം സ്റ്റുഡിയോ ഫ്ലോറിലുണ്ട്. CPM നേതാവ് ശ്രീ A. റഹീം തിരുവനന്തപുരത്ത്, S. സുരേഷ് BJP നേതാവ് തിരുവനന്തപുരത്ത്. 4 അതിഥികളും തയ്യാറാണ്. ആദ്യം ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ വിലവർധന കേന്ദ്ര സർക്കാരിൻ്റെ ജനവഞ്ചന എന്ന് കുറ്റപ്പെടുത്താവുന്ന കാര്യമാണിത് എന്ന് പറയുന്നതിന് എന്ത് സാഹചര്യങ്ങളാണുള്ളത്, എന്ത് കാരണങ്ങളാണുള്ളത്? അല്ല, മോദി സർക്കാർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയും ഒരു ഭരണകൂടവുമാണ് കേന്ദ്രത്തെ അധികാരത്തിലുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ജനങ്ങളോട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, എനിക്ക് ഭരിക്കുവാൻ ഒരു അവസരം തന്നാൽ, എന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരത്തിലിരുത്തിയാൽ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ മേൽ UPA ഗവൺമെന്റ് അടിച്ചേൽപ്പിക്കുന്ന പെട്രോളിന്റെ ഡീസലിന്റെ വില ഞാൻ കുറച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞു. നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ അന്നത്തെ കാലഘട്ടത്തിൽ UPA ഗവൺമെന്റ് 1-2 UPA ഗവൺമെന്റ് കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പെട്രോളിന്റെ ഡീസലിന്റെ അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിന്റെ വില എന്താണെന്ന് താങ്കൾ ഇപ്പോൾ പറഞ്ഞു, ഞാനിവിടെ ആവർത്തിക്കുന്നില്ല. അന്നത്തെ സാഹചര്യമല്ല ഇന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ക്രൂഡ് ഓയിലിന്റെ വില താന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വില കുറവിലെത്തി നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് പെട്രോൾ ഡീസലിന്റെ വില അനിയന്ത്രിതമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നരേന്ദ്രമോദി കൗശലക്കാരനായ ഒരു പ്രധാനമന്ത്രിയാണ്. ജനങ്ങളെ എങ്ങനെ കൊള്ളയടിക്കാം, ജനങ്ങളെ എങ്ങനെ പോക്കറ്റടിക്കാം എന്ന് ഗവേഷണം നടത്തി പഠിച്ച ഒരു മിടുക്കനായ ഒരു മാന്യനായ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഈ ഒരു അവസ്ഥയിൽ ഇന്ന് രാജ്യത്ത് ജനങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത്, ഇത് ഓരോ ദിവസവും 22 പൈസ 30 പൈസ 40 പൈസ കൂട്ടി ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ ഒറ്റയടിക്ക് 1 രൂപ 2 രൂപ 3 രൂപ കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു പതിവെങ്കിൽ ഇപ്പോൾ ദിവസവും ഇന്ധന വില വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കൊള്ളയടിക്കുന്നു. വളരെ സൗമ്യമായിട്ടും വളരെ സൂത്രത്തിലും ജനങ്ങളെ കൊള്ളയടിക്കുന്ന, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു നല്ല പോക്കറ്റടിക്കാരൻ്റെ എല്ലാ ലക്ഷണവും നരേന്ദ്രമോദിയിലുണ്ട് എന്നുള്ളതാണ്. നമ്മൾ അന്നേ പറഞ്ഞു, ഇത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നുള്ളത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞിട്ടും നമ്മുടെ രാജ്യത്ത് എന്തുകൊണ്ട് ഈ പെട്രോളിന്റെ ഡീസലിന്റെ വില കുറയുന്നില്ല? പക്ഷേ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഈ പറയുന്ന കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഈ ചെയ്യുന്നത്, അതിന്റെ ഫലമാണ് സാധാരണക്കാർ അനുഭവിക്കേണ്ടി വരുന്നത് എന്നതൊക്കെ UPA സർക്കാരിന്റെ കാലത്തും രാഷ്ട്രീയ എതിരാളികൾ പറഞ്ഞു ഇരുന്നതാണ്. അപ്പോൾ അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അതിനെ എതിർക്കാനാകുന്ന നിലയല്ല UPA സർക്കാരിനെന്ന പോലെ ഇപ്പോഴും BJP സർക്കാരിനും എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. ഒപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം സ്വാഭാവികമായി തന്നെ താങ്കളുടെ പക്ഷത്തിനെതിരെ വരുമല്ലോ. ഈ ദിവസം തോറും കുറേശ്ശെ കൂട്ടുക എന്നത് നിങ്ങളുടെ നയത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. UPA സർക്കാർ എടുത്ത തീരുമാനമാണ്. എല്ലായ്പ്പോഴും തോന്നുന്നത് പോലെ വില കൂട്ടാൻ ഈ കമ്പനികൾക്ക് അനുവാദം നൽകിയ നയനിലപാട്
നിങ്ങളുടെ സർക്കാരിൻ്റെ നിലപാടായിരുന്നു. അതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോൾ ഈ ബുദ്ധിമുട്ട് നാട്ടുകാർക്ക് അനുഭവിക്കേണ്ടി വരുന്നത് എന്ന വസ്തുത അവിടെ ഇല്ലേ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്? ഞാൻ അതിനോട് വിയോജിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ UPA ഗവൺമെന്റ് ചെയ്ത തെറ്റുകൾ ഞങ്ങൾ തിരുത്തും. UPA ഗവൺമെന്റ് പെട്രോളിന്റെയും ഡീസലിന്റെ വില അനിയന്ത്രിതമായി വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് ഞങ്ങളെ ജയിപ്പിച്ചാൽ, ഞങ്ങളെ അധികാരത്തിലേറ്റിയാൽ, UPA ഗവൺമെന്റ് അധികാരത്തിൽ പുറത്താക്കിയാൽ ഞങ്ങൾ ജനങ്ങൾക്ക് പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ച് അധിക ഭാരം അടിച്ചേൽപ്പിക്കില്ലെന്നുള്ളതാണ് ഇന്ത്യയിലെ ജനങ്ങളോട് നരേന്ദ്രമോദിയും BJPയും പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 45 സീറ്റിലേക്ക് ഞങ്ങളെ ലോക്സഭയിൽ ഒരു മൂലയ്ക്ക് ഇന്ത്യയിലെ ജനങ്ങൾ ഇരുത്തിയത്. ഈ നരേന്ദ്രമോദിക്കും BJPക്കും ഇത്രയും മൃഗീയമായ ഭൂരിപക്ഷം നൽകിയ എന്തിനാണ്? ഞങ്ങളുടെ നയങ്ങൾ നടപ്പാക്കാനാണോ? ഞങ്ങൾ ചെയ്യുന്ന തെറ്റ് എന്ന് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞ് ആ തെറ്റ് ഞങ്ങൾ തിരുത്തും, ഞങ്ങൾ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന രീതിയിൽ പ്രവർത്തിക്കും, ഭരിക്കും എന്ന് ജനങ്ങളോട് പറയുകയും ജനങ്ങൾ അത് വിശ്വസിച്ച് ഇവരെ അധികാരത്തിലേറ്റുകയും ചെയ്തപ്പോൾ ഞങ്ങൾ ചെയ്തതിനേക്കാൾ നിങ്ങൾ പറയുന്നു ഞങ്ങൾ തെറ്റിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ വളരെ ദുഃഖത്തോടു കൂടി, പ്രയാസത്തോടു കൂടി, വേദനയോട് കൂടിയാണ് ഈ പെട്രോളിന്റെ ഡീസലിന്റെ ചാർജ് വർദ്ധിപ്പിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ മറ്റു മാർഗമില്ലാത്തത് കൊണ്ട് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില അതാണ് ആ ഭാഗത്തുനിന്നുള്ള അതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് എന്തുകൊണ്ടാണ് ഞങ്ങൾ അന്ന് ആ നടപടി സ്വീകരിച്ചത്? എന്നാൽ ഇന്ന് അതാണോ സ്ഥിതി? ഞാൻ താങ്കളെ തിരിച്ചു വരാം ശ്രീ കൊടിക്കുന്നിൽ, താങ്കളിലേക്ക് ഇന്ന് അതാണോ സ്ഥിതി? സരീഷ് പോകുന്നതിന് മുമ്പ് കേൾക്കൂ, ഞങ്ങളെ പറയൂ അത് മുഴുവനാക്കൂ. എന്നാൽ അതായത് ഞങ്ങൾ അന്ന് ജനങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഉള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞു, അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു. അതിനനുസരിച്ച് ഇവിടെ വില വർദ്ധിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ വേണ്ടി നമ്മുടെ എക്കണോമി തകരുമെന്ന് അന്ന് പ്രധാനമന്ത്രിയും പെട്രോളിയം മന്ത്രിയും ആണാണ്. എനിക്കത് ഓർമ്മയുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം ശ്രീ കൊടുക്കുന്നു സുരേഷ്. ആ സാഹചര്യങ്ങൾ അവിടെയുണ്ട്. ശ്രീമതി മേരി ജോർജ്, $148 ഉണ്ടായിരുന്നു വീപ്പയ്ക്ക് ക്രൂഡ് ഓയിലിന് 2013 അവരുടെ കാലത്ത്. അതുകൊണ്ട് ആ കാലത്ത് വില ഇത്രമേൽ വർദ്ധിച്ചത് ഇപ്പോൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാവുന്ന നിലയാണ്. പക്ഷേ ഇപ്പോഴാണെങ്കിൽ $69 മാത്രമേ ഉള്ളൂ ഈ പറയുന്ന അന്താരാഷ്ട്ര വിപണിയിലെ വില. ഇപ്പോൾ നമ്മൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലവർധന ഇന്ധനത്തിൻ്റെ പേരിൽ അനുഭവിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? എന്താണ് കാരണം? അതായത് നേരത്തെ തന്നെ പറഞ്ഞ കാര്യത്തിൽ ഒരു തിരുത്തി ഞാൻ വരുത്തിക്കൊള്ളട്ടെ. BJP ഗവൺമെൻറ് 2002 ഓയിൽ പൂൾ അക്കൗണ്ട് നിർത്തലാക്കിയത്. അങ്ങനെ ഓയിൽ പൂൾ അക്കൗണ്ട് നിർത്തലാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില എപ്പോൾ വർദ്ധിക്കുന്നുവോ അപ്പോൾ തന്നെ ഇവിടെയും, അതായത് ഇവിടെ വിപണിക്ക് വിടുന്നു. ഓയിൽ പൂൾ അക്കൗണ്ട് നിർത്തലാക്കി കഴിഞ്ഞാൽ പിന്നെ ഗവൺമെൻറ്റിന് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില തീരുമാനിക്കാനുള്ള അവകാശമില്ലാതെ വരികയാണ്. ആ അവകാശം എടുത്തു കളഞ്ഞുകൊണ്ടാണ് ഓയിൽ പൂൾ അക്കൗണ്ട് നിർത്തലാക്കുന്നത്. അങ്ങനെ നിർത്തലാക്കി അതിനുശേഷം 2010 അന്ന് UPA ഗവൺമെൻറ്റാണ്. UPA ഗവൺമെൻറ് ആദ്യം പെട്രോളിനെ വിപണിക്ക് വിട്ടു, പെട്രോളിയം വില തീരുമാനം വിപണിക്ക് വിട്ടു. അത് കഴിഞ്ഞ് 2014 ഡീസലിൻ്റെ വില വർധന വിട്ടത്. ഇനി 2014 അല്ല, അതിന് മുൻപാണ്, കുറച്ചുകൂടി മുൻപാണ്. ഞാൻ കൃത്യമായി, അതായത് ഒക്ടോബർ 2014 ഒക്ടോബർ ആണെന്ന് തോന്നുന്നു. എന്തായാലും ഈ രണ്ട് തീരുമാനവും എടുത്തത്, വിപണിക്ക് വിട്ടു എന്ന തീരുമാനം എടുത്തത് UPA ആണ്. പക്ഷേ ഓയിൽ പൂൾ അക്കൗണ്ട് നിർത്തലാക്കിയത് BJP ഗവൺമെൻറ് തന്നെയായിരുന്നു. അതുകൊണ്ട് BJP ഗവൺമെൻറ് ഒരു കാരണവശാലും UPA ഗവൺമെൻറ് അതിന് കുറ്റം പറയാനൊക്കെ. പിന്നെ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കണ എന്താണ്? UPA വില കയറ്റി എന്ന് പറയുന്നത്, അതായത് എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ച് ജനങ്ങളെ ദുർവഹമായ രീതിയിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. അന്ന് സനീഷ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അന്താരാഷ്ട്ര നിലവാരത്തിലെ വില അടിക്കടി കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ UPA ഗവൺമെൻറ് അത് വർദ്ധിപ്പിച്ചു, എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ചു. കാരണം ഇത് വിപണിക്ക് വിട്ടത് കാരണം കൊണ്ട് ഈ വില വർധനവിന് അനുസരിച്ച് പിന്നെ അവർക്കും ലാഭം കിട്ടണം, ആ ഒരു തരത്തിൽ. പക്ഷേ അതിനുശേഷം അതേ സമയത്ത് തന്നെ കേരളത്തിൽ UDF ഗവൺമെൻറ് 2013-14 കാലഘട്ടത്തിൽ, അതായത് അന്ന് ഇന്നുള്ളതുപോലെ തന്നെ ധനപ്രതിസന്ധി അന്നും കേരളത്തിലുണ്ടായിരുന്നു. കാരണങ്ങൾ വ്യത്യസ്തമായിരിക്കാം. ആ ധനപ്രതിസന്ധി രൂക്ഷമായി നിലനിൽക്കുന്ന സമയത്താണ് അന്നത്തെ UDF ഗവൺമെൻറ് 2 തവണ, അതായത് UPA വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എക്സൈസ് തീരുവ, പക്ഷേ കേരളത്തിലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളിലുള്ള വിൽപ്പന നികുതി കൂട്ടേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട്, വേണമെങ്കിൽ അന്നേരം കേരളത്തിലെ ഗവൺമെൻറ്റിനും കൂട്ടാമായിരുന്നു, കൂട്ടേണ്ട എന്ന് തന്നെ തീരുമാനിച്ചുകൊണ്ട് 2 പ്രാവശ്യം അത്
കൂട്ടാതിരുന്നത് കൊണ്ട് 681 കോടി രൂപ ധനപ്രതിസന്ധിക്കിടയിലും UDF ഗവൺമെൻറ് കൈവിട്ട് കളഞ്ഞു എന്ന് വച്ചാൽ ജനപക്ഷത്ത് നിന്ന് ചിന്തിച്ചത് കൊണ്ടാണ് അങ്ങനെ ആ ഗവൺമെൻറ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഇപ്പോൾ, അതായത് ഈ BJP ഗവൺമെൻറ് വന്നതിന് ശേഷം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൃത്യമായി ഇടിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു അന്താരാഷ്ട്ര വില. അത് $27 പെർ ബാരൽ ആ നിലവാരത്തിൽ വരെ എത്തിയപ്പോഴും NDA ഗവൺമെൻറ് അതിൻ്റെ എക്സൈസ് തീരുവ വർദ്ധിപ്പിക്കുകയല്ലാതെ കുറച്ചു കൊടുക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ സമ്മതിക്കാത്തതുപോലെ തന്നെ ഇപ്പോൾ LDF ഗവൺമെൻറ് ഭരണത്തിൽ വന്നതിന് ശേഷവും ഒരു കാരണവശാലും എക്സൈസ് തീരുവയല്ല, വിൽപ്പന നികുതി, സംസ്ഥാന സർക്കാരിൻ്റെ വിൽപ്പന നികുതി, പെട്രോളിയം ഉൽപ്പന്നം അത് വേണ്ട എന്ന് വെച്ചാൽ മതി, വർദ്ധിപ്പിക്കേണ്ട, കേന്ദ്രം വർദ്ധിപ്പിക്കട്ടെ, ഞങ്ങൾ വർദ്ധിപ്പിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ തന്നെ ഇവിടെ അത്ര കണ്ട് ജനങ്ങളുടെ പോക്കറ്റടി നടക്കില്ല. പക്ഷെ അതിന് സംസ്ഥാന ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. നമ്മളപ്പോൾ ശ്രീമതി മേരി ജോർജ്, സംസ്ഥാന സർക്കാരിന് ഇത് കുറച്ചുകൂടെ എന്ന് പറയുന്നതിന് പകരം കേന്ദ്രത്തിന് തന്നെ എക്സൈസ് തീരുവ കുറക്കുക, ഈ വിലവർധന ജനത്തിന് മേൽ അടിച്ചേൽപ്പിക്കാതിരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോവുക എന്നതല്ലേ അവരോട് ആവശ്യപ്പെടേണ്ടത്? എന്തുകൊണ്ടെന്നാൽ രാഷ്ട്രീയമായിട്ട് അവരത് ആ വാഗ്ദാനം മുന്നോട്ട് വെച്ചൊരു സർക്കാരാണല്ലോ. അതെ, അങ്ങനെ വാഗ്ദാനം മുൻപിൽ വെച്ച്, അതായത് UPA ഗവൺമെൻറ്റിനെ കരിവാരി തേച്ചുകൊണ്ടാണ് ഭരണത്തിൽ വന്നത്. ആ തീരുമാനത്തിൽ തന്നെ ഗവൺമെൻറ് ഉറച്ചു നിൽക്കുകയും അവർ പറഞ്ഞിരുന്നത്, അത് മാത്രമല്ല അനുകൂല സാഹചര്യമാണ് BJP ഗവൺമെൻറ്റിനുണ്ടായത്. അതായത് BJP ഗവൺമെൻറ് ഭരണത്തിൽ വരുന്ന കാലഘട്ടം തൊട്ട് പിന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില പിന്നെ താഴുകയാണ് ഉണ്ടായത്. അങ്ങനെ താഴ്ന്നാണ് 2016 മധ്യകാലമായതോടുകൂടി ഏകദേശം $27 കുറയുകയായിരുന്നു വില. അങ്ങനെ വില കുറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അവർ അങ്ങനെ വില കുറഞ്ഞപ്പോഴെങ്കിലും UPA ഗവൺമെൻറ്റിനെതിരെ അവർ പറഞ്ഞിരുന്ന ആരോപണങ്ങൾക്ക് അറുതി വരുത്തിക്കൊണ്ട് അവർ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില, അതായത് എക്സൈസ് തീരുവ കുറയ്ക്കേണ്ടതായിരുന്നു. ഞാൻ തിരിച്ചു വരാം. ശ്രീ എസ് സുരേഷ്, പ്രാഥമികമായി തന്നെ ഉള്ളത് മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചാൽ, സാമ്പത്തികമായിട്ടും മറ്റുമുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചാൽ, നിങ്ങൾ UPA സർക്കാരിൻ്റെ കാലത്ത് വലിയ സമരം നടത്തി വന്ന ആളുകളാണ്. എല്ലാവരുടെയും മനസ്സിൽ അതുണ്ട്. അക്കാലത്ത് മൻമോഹൻ സിംഗ് സർക്കാരിന് വലിയ തോതിൽ ആക്ഷേപം ചൊരിഞ്ഞത് ഈ വിഷയത്തിലായിരുന്നു. പക്ഷേ ഈ കാലത്ത് നോക്കൂ, രാജ്യാന്തര വിപണിയിൽ $69 മാത്രം ഇപ്പോൾ ബിപെക് ഉണ്ടായിരിക്കെ ഈ വലിയ വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് എത്രയാണ് വിലയെന്ന് താങ്കൾക്ക് തന്നെ അറിയാവുന്നതാണ്. എന്തെങ്കിലും ന്യായീകരണം നാട്ടുകാർക്ക് മുന്നിൽ വെക്കാനുണ്ടാകുമോ? എന്തുകൊണ്ടാണ് നിങ്ങൾ തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സമരം ചെയ്ത് ആവശ്യപ്പെട്ട കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ സർക്കാരിന് വരാൻ പറ്റാതെ പോകുന്നത്? ശ്രീ സനീഷ്, ഇവിടെ ശ്രീമതി മേരി ജോർജ് പറഞ്ഞതും അതോടൊപ്പം തന്നെ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞതും എനിക്ക് സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് പറയേണ്ടതുണ്ട്. ഒന്ന്, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞത് ഇത് കോർപ്പറേറ്റുകളുടെ സർക്കാരാണെന്ന്. ഇത് 46 കോടി പാവങ്ങൾക്ക് വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കി കഴിഞ്ഞ സർക്കാരാണ് എന്ന് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് മനസ്സിലാക്കണം. കോൺഗ്രസ് പാർട്ടിയുടെ ഒരു കുടുംബം തന്നെ കോർപ്പറേറ്റ് കുടുംബമായിരുന്നു. ആ കുടുംബത്തിന് വേണ്ടിയാണ് എല്ലാം അവർ 60 വർഷമായിട്ട് സംഭരിച്ചത്. ആ കോൺഗ്രസിന് ഇതിനെക്കുറിച്ച് പറയാൻ ഒരു ധാർമ്മികമായ അധികാരവുമില്ല. പിന്നെ മറ്റൊന്ന്, ശ്രീമതി മേരി ജോർജ് പറഞ്ഞു, 2010 പെട്രോള് വില നിശ്ചയിക്കാൻ പെട്രോൾ വില മാർക്കറ്റിന് വിട്ടത് എന്ന് പറഞ്ഞു. അതിനുശേഷം ഡീസലിന്റെ വില മാർക്കറ്റിന് വിട്ടു. ഇത് രണ്ടും UPAയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചതാണ്. നമ്മളൊന്ന് മനസ്സിലാക്കണം, ഒരു ലോക മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില കൂടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മളൊരു നിലപാടെടുക്കുകയും കുറയുന്ന സമയത്ത് നമ്മൾ ആ നിലപാടിൽ നിന്ന് മാറുകയും ചെയ്യുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു മാന്യമായിട്ടുള്ള കീഴ്വഴക്കമല്ല. ഒരു സർക്കാരുകൾ തുടർച്ചയാണ്. അത് UPA നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിലാണ് ഗ്ലോബലൈസേഷനും ലിബറലൈസേഷനും ഈ രാജ്യത്ത് ആരംഭിച്ചത്. അതിന്റെ തുടർച്ചയായിട്ടാണ് വാജ്പേയിയുടെ ഗവൺമെന്റ്, അതിനുശേഷം വന്ന മൻമോഹൻ സിംഗ് ഗവൺമെന്റ് അത് കൂടുതൽ ശക്തമാക്കി. അതിന്റെ തുടർച്ചയാണ് നരേന്ദ്രമോദി സർക്കാർ. ഇതൊരു രാജ്യത്തിന്റെ തുടർച്ചയാണ്, രാഷ്ട്രീയ പാർട്ടിയല്ല. അന്താരാഷ്ട്ര എഗ്രിമെന്റുകളിൽ ഏർപ്പെടുമ്പോൾ ആ മാന്യതയും മര്യാദയും പാലിക്കാൻ ഒരു ഭരണകൂടം, പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ ഭരണകൂടമുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ വില കുറഞ്ഞാലും പോകാൻ പറ്റൂ. നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത് ഈ പറയുന്ന സർക്കാരുകളുടെ തുടർച്ചയാണ് എന്നതുകൊണ്ടാണോ? സർക്കാരുകൾ തുടർച്ചയാണ് ഇല്ല എന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. എന്താണ് സനീഷ്,
ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. അതേ സമയത്ത് ഈ രാജ്യത്തിലെ സാധാരണക്കാരന് ഈ വില വർദ്ധിക്കുന്നത് കൊണ്ടുണ്ടായിട്ടുള്ള ദുരന്തത്തിൽ നിന്ന് അവർക്ക് മോചനം വേണം, അവരെ സമാശ്വസിപ്പിക്കാൻ കഴിയണം. അതിനുവേണ്ടിയാണ് നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GSTയിൽ ഉൾപ്പെടുത്താൻ BJP ഗവൺമെന്റ് തയ്യാറാണ്. BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ GSTയിൽ ഉൾപ്പെടുത്താൻ പിന്തുണ നൽകുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ അവരുടെ വിൽപ്പന നികുതി വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു, കുറച്ചിരിക്കുന്നു. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെ പാവങ്ങളുടെ പേരിൽ ഇരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഇതിനെ GSTയിൽ ഉൾപ്പെടുത്താൻ തയ്യാറാകുന്നില്ല, GSTയിൽ ഉൾപ്പെടുത്തുന്നതിനെ എതിർക്കുന്നു. അതോടൊപ്പം തന്നെ പെട്രോൾ ഡീസൽ വിലയുടെ വിൽപ്പന നികുതി സർക്കാർ കുറയ്ക്കാനോ വേണ്ട എന്ന് വയ്ക്കാനോ തയ്യാറാകുന്നില്ല. യഥാർത്ഥത്തിൽ ഇതിന്റെ ഉത്തരവാദിത്വം ഇവിടത്തെ സംസ്ഥാന സർക്കാരുകൾക്കാണ്. ഉൽപ്പന്നങ്ങൾ അതിലേക്ക് വരാം. ഷേ റഹീം, അതിലേക്ക് പോകുന്നതിന് മുമ്പ് കേന്ദ്ര സർക്കാരിന് മുമ്പിൽ നിർബന്ധിതാവസ്ഥയുണ്ട്. വില കൂട്ടുക എന്നതല്ലാതെ കുറയ്ക്കാവുന്ന സാഹചര്യമില്ല എന്നത് മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സിലാക്കാനാവുന്നതാണോ? എന്തുകൊണ്ടെന്നാൽ ഉൽപാദക നിയന്ത്രണമുണ്ട് ആഗോള വിപണിയിൽ. ഈ ആവശ്യത്തിലേറെ ഉൽപ്പന്നം വിപണിയിൽ വന്ന് കുഴപ്പമുണ്ടാകാതിരിക്കാൻ ഒപ്പക് രാഷ്ട്രങ്ങൾ ഈ ഉൽപാദക നിയന്ത്രണം കുറെ കൂടെ കാലത്തേക്ക് കൂടെ നീട്ടും എന്നാണ് അറിയാൻ കഴിയുന്നത്. അത്തരം സാഹചര്യങ്ങൾ കേന്ദ്ര സർക്കാരിന് വില വർദ്ധിപ്പിക്കാനുള്ള അവസരം നൽകുന്നുണ്ടോ? അത് വെച്ച് ന്യായീകരിക്കാവുന്ന സാഹചര്യമുണ്ടോ? ഒരിക്കലും നിലനിൽക്കുന്ന ന്യായീകരണമല്ല. എത്ര വിചിത്രമായ ന്യായവാദങ്ങളാണ് ശ്രീ സുരേഷ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് ഞാനിവിടെ നോക്കിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ സനീഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. സനീഷ് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ ആഗോള വിപണിയിലെ നിയന്ത്രണങ്ങളെക്കുറിച്ചാണ്. നിയന്ത്രണമൊന്നും ഇല്ലാതിരുന്നപ്പോൾ ലോക ചരിത്രത്തിലെ ഏറ്റവും കീഴേക്കിടയിലേക്ക്, ഏറ്റവും താണനിലയിലേക്ക് ക്രൂഡ് ഓയിൽ വില പോയ സമയത്ത് BJP സർക്കാരിന്റെ നിലപാടെന്തായിരുന്നു? ആ നിലപാട് അന്നെടുത്തവർ അവരപ്പോൾ എക്സൈസ് തീരുവ കൂട്ടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അധിക ഭാരം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വിലയിലേക്ക് ക്രൂഡ് ഓയിൽ വില കുപ്പുകുത്തിയ നേരത്ത് അന്ന് ആ സമീപനം എടുത്തത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പിന്നെ ശ്രീ എത്ര കണ്ട് വസ്തുതാപരമായ പിശകുകളാണ് ശ്രീ സുരേഷ് നിരത്തുന്നത്. വസ്തുതാപരമായ പിശക്. പെട്രോളിന്റെ വില നിയന്ത്രണാധികാരം കമ്പനികളെ ഏൽപ്പിച്ചത്, മാർക്കറ്റിനെ ഏൽപ്പിച്ചത് UPA ആണ്, രണ്ടാം UPA. പക്ഷേ അതേസമയം നിങ്ങളാണ് ഡീസലിന്റെ വില നിയന്ത്രണാധികാരം കമ്പനികളെ ഏൽപ്പിച്ചത്. വളരെ രസകരമായൊരു ഏറ്റുപറച്ചിൽ ശ്രീ സുരേഷ് നടത്തി. കഴിഞ്ഞ 2 ദശകക്കാലമായി ഇന്ത്യയിൽ തുടരുന്ന സാമ്പത്തിക നയം തുടർച്ചയാണ്. എങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളുടെ ഭരണം? എങ്കിൽ പിന്നെ എന്തിനായിരുന്നു നിങ്ങൾ ഇന്നലകളിൽ നടത്തിയ സമരം? നിങ്ങൾ പറ. എത്ര ട്വീറ്റുണ്ട് നിങ്ങളുടെ നരേന്ദ്രമോദിയുടെ വകയായി? ഇവിടെ ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു കാര്യം ഇതിനോട് ചേർത്ത് വെച്ച് ഞങ്ങൾ പറയുന്നത് GSTയിൽ ഉൾപ്പെടുത്ത പെട്രോളിയം തയ്യാറുണ്ടോ? വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹം പറയട്ടെ. സുരേഷ് അദ്ദേഹം പറയട്ടെ. റഹീം തുടരൂ. ശ്രീ സുരേഷേ, ജനങ്ങളുടെ മുഖത്തടിച്ചിട്ട് വന്നിരുന്നുള്ള ഈ വെല്ലുവിളി ഉണ്ടല്ലോ, അത് ജനങ്ങൾ തെരുവിൽ നിങ്ങളെ ജനം കയ്യേറുന്ന ഒരു കാലത്ത് മാത്രം നിങ്ങളത് പഠിക്കൂ, അത് നിർത്തൂ. അതുകൊണ്ട് നിങ്ങൾ വെല്ലുവിളിച്ചോളൂ, ഇനിയും വെല്ലുവിളിക്കൂ. പിന്നെ ഞാൻ പറയുന്ന മൊത്തം കേട്ടത് താങ്കളുടെ ഊഴത്തിൽ ഞാൻ ഇടപെട്ടില്ല. തിരുവനന്തപുരം നഗരത്തിലൂടെ താങ്കൾ ഉൾപ്പെടെ ബൈക്കുരുട്ടി നടത്തിയിട്ടുണ്ട്. ആ ബൈക്കുരുട്ടി നടന്ന ചിത്രം മറന്നുപോയത് ഞാനങ്ങോട്ട് സെൻഡ് ചെയ്ത് തരാം നമ്പറിലേക്ക്. അപ്പൊ അതൊന്നും നിങ്ങൾ പറയണ്ട, അവിടെ നിൽക്കട്ടെ, ഞാൻ പറയാം. ഇവിടെ വരുന്നൊരു പ്രശ്നമുണ്ട് സനീഷേ. ഈ ഗവൺമെന്റ് മോദി സർക്കാർ വന്നപ്പോൾ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകന്റെ ഒരു നിരീക്ഷണമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു കമന്റ്, കഴിഞ്ഞ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് തമ്മിലൊരു വ്യത്യാസവുമില്ല, ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. കഴിഞ്ഞ UPA സർക്കാർ പ്ലസ് ഒരു പശു സമം മോദി സർക്കാർ എന്നാണ്. അതായത് സാമ്പത്തിക നയങ്ങളിൽ വ്യത്യാസമില്ല. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഇവിടെ പറയുന്നു. ബഹുമാനപ്പെട്ട ടീച്ചർ ഇവിടെ എക്സ്പെർട്ട് ഇവിടെ പറയുകയാണ്, ഞങ്ങൾ എന്തുകൊണ്ട് എക്സൈസ് തീരുവ കുറയ്ക്കുന്നില്ല എന്ന്. അതിലേക്കാണ് വരുന്നത്. എന്തുകൊണ്ട് ഈ നയത്തെ നിങ്ങൾ വിമർശിക്കുന്നില്ല? പരീക്ഷ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ എങ്ങനെയാണ് ഇന്ധന വില വർധനവുണ്ടായത്? വെറുതെ സ്വയംഭൂവായി വന്നതല്ല. പരീക്ഷ കമ്മിറ്റി പഠിക്കാൻ നിയോഗിച്ചു. എന്താണ് ഇന്ധന വില വർധനവിനെ കുറിച്ച് പഠിക്കാൻ, എന്താണ് നിയന്ത്രണത്തെക്കുറിച്ച് പഠിക്കാൻ. അവർ വെച്ച നിർദ്ദേശമാണ് പരീക്ഷ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. മൻമോഹൻ സിംഗ് വെച്ചു പരീക്ഷ കമ്മിറ്റി. ആ പരീക്ഷ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ ആദ്യഘട്ടം കൊടിക്കുന്നിൽ സുരേഷിന്റെ പാർട്ടി നടപ്പിലാക്കി. ബാക്കി എന്താ? അവർ മാറി. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞ വാചകം ഞാൻ കടമെടുക്കുന്നു. അന്ന് കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിച്ച് പരീക്ഷ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയത് കോൺഗ്രസ്. അവർ നടപ്പിലാക്കി. പെട്രോളിന്റെ വില നിയന്ത്രണാധികാരം കമ്പനികളെ ഏൽപ്പിച്ചു. തൊട്ടു പിന്നാലെ അധികാരമേറ്റതാരാണ്? മോദി വന്നു. കോർപ്പറേറ്റുകളുടെ താല്പര്യം മൻമോഹൻ സിംഗിന് പൂർത്തീകരിക്കാനാകുന്നത് ഇദ്ദേഹം തുടർന്നു. ഇതാണ് പ്രശ്നം. പിന്നെ ഞങ്ങളിലേക്ക് വാ. ഞങ്ങൾ എന്തുകൊണ്ട് കുറച്ചില്ല? അതാണ് എനിക്കിങ്ങനെ മേരി ജോർജ് ടീച്ചറുടെ അഭിപ്രായം കേട്ടിട്ട് വല്ലാതെ വിഷമം തോന്നി.
UDF പ്രതിനിധികൾ പോലും ഇങ്ങനെ അവകാശവാദം ഉന്നയിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, ശ്രീ ഉമ്മൻചാണ്ടി കുറച്ചു എന്ന് പറയുന്നു. വർദ്ധിപ്പിച്ചതിന്റെ കുറവ്, വർദ്ധിപ്പിച്ചത് വേണ്ടാതാണ് പറഞ്ഞത്. വർദ്ധിപ്പിച്ചത് എങ്ങും കുറച്ചില്ല. എത്ര രൂപയുടെ കുറവാണ് അതിലുണ്ടായത്? നാമമാത്രമായ ഒരു രൂപയുടെ. മറ്റേതൊരു സംസ്ഥാനത്ത് കുറച്ചു? ഇവിടുത്തെ പ്രശ്നം അതല്ലല്ലോ. അതല്ല യഥാർത്ഥ പ്രശ്നം അതല്ല. പക്ഷേ ആ ഒരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. യഥാർത്ഥ പ്രശ്നം അവിടെ അതല്ല. നമ്മൾ സ്വാഭാവികമായിട്ടും അതിന്റെ യഥാർത്ഥ വിഷയത്തിലേക്ക് പോകണം. പക്ഷെ അപ്പോഴും സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ചെയ്യാനാകുമോ എന്നൊരു ചോദ്യമുണ്ട്. സംസ്ഥാന സർക്കാരിന് ചെയ്യാനാകാത്തത് ഏതാണ്ട് 600 കോടിയോളം രൂപയുടെ വരവ് അങ്ങനെ ഇല്ലാതാക്കി കളയാനുള്ള അത്രയ്ക്ക് സാമ്പത്തിക മെച്ചപ്പെട്ട അവസ്ഥയിലല്ല നമ്മുടെ സംസ്ഥാനം ഉള്ളത് എന്നതുകൊണ്ട് അത് പറ്റുകയില്ല, ഞങ്ങളുടെ നികുതി ഒഴിവാക്കാനാവുകയില്ല എന്ന് സംസ്ഥാനം നിലപാട് സ്വീകരിക്കുന്നത്. അത് കുറ്റം പറയാനാവുന്നതല്ല, അത് നിർബന്ധിത സാഹചര്യമാണ്. പക്ഷേ അങ്ങനെയുള്ള ചില നിർബന്ധിത സാഹചര്യങ്ങൾ ദേശീയ തലത്തിലും രാജ്യാന്തര തലത്തിലും ഉണ്ടാകുമോ? അതുകൊണ്ടായിരിക്കുമോ UPA സർക്കാരിനെതിരായിട്ട് വാഹനമുരുട്ടി സമരം ചെയ്ത ആളുകൾക്ക് അധികാരത്തിൽ വന്നപ്പോഴും അതേ നയനിലപാടുകൾ തുടരേണ്ടി വരുന്നത് അത്തരം നിർബന്ധിത സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ടായിക്കൂടെ? അല്ല, അങ്ങനെയല്ല. അതല്ല ഞാൻ പറഞ്ഞത്. ഏത് ഘട്ടത്തിലാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കമ്പനികളെ ഏൽപ്പിക്കണമെന്നൊരു പ്രപ്പോസൽ ഗവൺമെന്റിന്റെ മുമ്പിൽ വെക്കുന്നത്? രണ്ടാം UPA ഗവൺമെന്റ് സമയത്ത് പരീഖ് കമ്മിറ്റി റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന്റെ തുടർച്ചയാണ് നമ്മളത് കാണണ്ടേ. അത് എന്തിനായിരുന്നു? ഇന്ധനവില ഇപ്പൊ ഇന്ധന വിപണന മേഖലയിലേക്ക് സ്വകാര്യ എണ്ണ കമ്പനികൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. സ്വകാര്യ എണ്ണ കമ്പനികൾക്ക് പ്രവേശനം കൊടുക്കുന്നത് മൻമോഹൻ സിംഗിന്റെ കാലത്താണ്. അവർ പ്രവേശനത്തിൽ വന്നു. അവരുടെ ചില്ലറ വ്യാപാരശാലകളാകെ പൂട്ടിയിടേണ്ടി വന്നു. ഇന്ധനവില നിയന്ത്രണാധികാരം കമ്പനികളെ ഏൽപ്പിക്കാൻ വേണ്ടി കോർപ്പറേറ്റുകളുടെ, ഈ ഇന്ധന മേഖലയിലേക്ക് പണം മുടക്കാൻ ഇറങ്ങിയ കോർപ്പറേറ്റുകളുടെ താല്പര്യം മാത്രം സംരക്ഷിച്ചുകൊണ്ട് ഇവർ തീരുമാനമെടുത്തു. നിങ്ങൾ നോക്കൂ, ആദ്യം പറഞ്ഞു അവർക്ക് വില നിയന്ത്രിക്കാനുള്ള അധികാരം വിട്ടുകൊടുക്കുന്നു. പിന്നെ എന്ത് പറഞ്ഞു? ഒരു മാസത്തിൽ ഒരു തവണ കൂട്ടും എന്ന് പറഞ്ഞു. പിന്നീട് എന്താ പറഞ്ഞ്? ദിനം പ്രതി കൂട്ടുന്നു. ദിനം പ്രതി കൂട്ടിയ കണക്കെന്റെ കയ്യിലുണ്ട്. ഞാൻ വിശദീകരിക്കണോ? ആരോരും അറിയാതെ ഇങ്ങനെ കൂട്ടുകയാണ്. ഇപ്പൊ എന്താ? ഡീസലും പെട്രോളും ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ ഡീസലിന്റെയും പെട്രോളിന്റെയും വില 100 കടക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഒരു റിഫൈനറി യൂണിറ്റ് പോലും ഇല്ലാത്ത നമ്മുടെ അയൽ രാജ്യങ്ങൾ, നമ്മളിൽ നിന്ന് ഇന്ധനം വാങ്ങിക്കൊണ്ടുപോയി ഉപയോഗിക്കുന്ന അയൽ രാജ്യങ്ങൾ, അവിടെ ഇതിനേക്കാൾ വില കുറവാണ്. ഭയാനക സാഹചര്യമാണ്. പറഞ്ഞ അധികാരത്തിലേറിയ നരേന്ദ്രമോദി എന്തേ മിണ്ടുന്നില്ല? ഞാൻ തിരിച്ചു വരാം ശ്രീ റഹീം താങ്കളിലേക്ക്. ഭയാനകമായ സാഹചര്യമാണ്. അതായത് ഇതിനെ തുടർന്നുണ്ടാവുന്ന വിലക്കയറ്റം എല്ലാ മേഖലകളെയും, ജീവിതത്തിലെ എല്ലാ മേഖലകളെയും ബാധിക്കുകയും ചെയ്യുമല്ലോ ശ്രീമതി മേരി ജോർജ്. ഇത് നോക്കൂ, ഇത് യഥാർത്ഥത്തിൽ നയനിലപാടുകളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന, ഫലമായിട്ടുണ്ടാകുന്ന സംഗതിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം. ആ നയനിലപാടുകൾ മാറ്റാതിരിക്കുന്നിടത്തോളം ഈ ഇന്ധനവില കുറയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തെറ്റാവുകയില്ലേ? അതിന് ഈ നികുതി സംസ്ഥാനങ്ങൾ കുറക്കുക എന്നതുപോലുള്ള തൊടു ന്യായങ്ങൾ അല്ലെങ്കിൽ അത്തരം ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതിയാകുമോ? തീർച്ചയായിട്ടും പോരാ. ഇതിലെ ഒന്നാം പ്രതി തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ്. അതായത് മിസ്റ്റർ റഹീം പറഞ്ഞതിനോട് എനിക്ക് ഒരുപാട് എതിർപ്പുകളുണ്ട്. പക്ഷേ അതെല്ലാം ഞാൻ പറയുന്നില്ല. എങ്കിലും ഒരു കാര്യം പറഞ്ഞേ തീരൂ. ഓയിൽ പൂൾ അക്കൗണ്ട് നിർത്തലാക്കിയത് BJP ഗവൺമെൻറ് ആണ് എന്ന് പറഞ്ഞല്ലോ. പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ ഇങ്ങനെ ഓയിൽ പൂൾ അക്കൗണ്ട് നിർത്തലാക്കി അത് തന്നെ ഇത് വിപണിക്ക് വിടുക എന്ന തീരുമാനത്തോടെയായിരുന്നു. ആ തീരുമാനം വന്നപ്പോൾ എന്താണ് പറഞ്ഞത് BJP ഗവൺമെൻറ് തന്നെ? എപ്പോഴൊക്കെ അന്താരാഷ്ട്ര വിപണിയിൽ വില വർദ്ധിക്കുമോ അപ്പോഴൊക്കെ ഇന്ത്യൻ വിപണിയിലും വർദ്ധിക്കും, എപ്പോഴൊക്കെ കുറയുമോ അപ്പോഴൊക്കെ ഇന്ത്യൻ വിപണിയിലും കുറയും. അതാണ് യഥാർത്ഥത്തിൽ വേണ്ടത് ഇൻ പ്രിൻസിപ്പിൾ. പക്ഷെ ആ പ്രിൻസിപ്പിളിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് UPA ഗവൺമെൻറ് കാലത്ത് അടിക്കടി അന്താരാഷ്ട്ര വിപണിയിൽ വില വർദ്ധിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് UPA ഗവൺമെൻറ് അന്ന് പറഞ്ഞിരുന്ന പ്രോമിസ് പോലെ തന്നെ എക്സൈസ് തീരുവ വർദ്ധിപ്പിക്കേണ്ടി വന്നത്. അതേ സമയത്ത് NDA ഗവൺമെൻറ് ഇപ്പോൾ വന്നതിന് ശേഷം, രണ്ടാം UPAക്ക് ശേഷം ഇത് വന്നപ്പോൾ, BJP ഗവൺമെൻറ് വീണ്ടും വന്നപ്പോൾ ഇന്ധനവില താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് പറഞ്ഞ പ്രോമിസ് അനുസരിച്ചാണെങ്കിൽ എക്സൈസ് തീരുവ കുറച്ച് വില കുറയ്ക്കുകയാണ് വേണ്ടിയിരുന്നത്. അത് ചെയ്തില്ല. അന്ന് അരുൺ ജെയ്റ്റ്ലി ഭരണത്തിൽ വന്ന് ഏറെ താമസിയാതെ ഇങ്ങനെ അടിക്കടി ഇന്ധനവില വർദ്ധിപ്പിക്കുന്നതിനെ പറ്റി ക്രിറ്റിസിസം ഉണ്ടായപ്പോൾ ശ്രീ അരുൺ ജെയ്റ്റ്ലി എന്താണ് പറഞ്ഞത്? ഈ എക്സൈസ് തീരുവയായിട്ട് ഞങ്ങൾ എടുക്കുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം, അതിന് എക്സൈസ് തീരുവ, അതായത് വില കുറവ് മൂലം ഉണ്ടാകുന്ന പ്രയോജനത്തിൻ്റെ ഒരു ഭാഗം ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു. അതായത് 120% വില കിഴിവുണ്ടായപ്പോൾ വെറും 15% കിഴിവാണ് ജനങ്ങളിലേക്ക് കൊടുത്തത്. ഒരു ഭാഗം ഞങ്ങൾ കമ്പനികൾക്ക് ലാഭവിഹിതമായിട്ട് കൊടുക്കുന്നു, ഒരു ഭാഗം ഞങ്ങൾ ധനക്കമ്മി കുറയ്ക്കാൻ വേണ്ടി എടുക്കുന്നു, ഇനിയും ഒരു ഭാഗം ദേശീയ ഹൈവേ പോലെയുള്ളവയുടെ
നിർമ്മാണത്തിന് വേണ്ടി എടുക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ നേരത്തെ ശ്രീ സുരേഷ് പറഞ്ഞല്ലോ എത്രയോ കോടി ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന്. പക്ഷേ ഇത് ബജറ്റിൽ ഒരുപാട് കാര്യങ്ങൾ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ബജറ്റിൽ പറയുന്നത് ഏട്ടിലെ പശു പുല്ലു തിന്നുകയില്ല എന്ന് പറയുന്നത് പോലെ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് മുഴുവൻ ചെലവഴിച്ചാൽ മാത്രമേ നമുക്കതൊരു ക്ലെയിമായിട്ട് ഞങ്ങൾ ഇത്രയും ചെയ്തു എന്ന് പറയാൻ പറ്റൂ. അങ്ങനെ ചെലവഴിക്കപ്പെട്ടിട്ടില്ല. എങ്കിൽ നമുക്ക് പറയാമായിരുന്നു ജനങ്ങളിൽ നിന്ന് പിടിച്ചു പറിച്ചത് പിക്ക് പോക്കറ്റ് ചെയ്ത ആ പണം ജനങ്ങളിലേക്ക് തന്നെ വികസന പ്രക്രിയയിലൂടെ തിരിച്ചു വന്നു. അങ്ങനെ ഇവിടെ ഇന്ത്യയിൽ സംഭവിച്ചിട്ടില്ല. അതിന് എനിക്ക് എക്സാമ്പിൾസ് പറയാൻ സമയമില്ല. അപ്പൊ ഇപ്പൊ സനീഷ് ചോദിച്ച ആ ചോദ്യത്തിന്റെ അവസാന ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. എല്ലാ തരത്തിലും അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ വികലമായ പെട്രോളിയം നയം മൂലമാണ് ഇന്ന് നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഇത്രയധികം ഉയർന്നു നിൽക്കുന്നത്. അങ്ങനെ കേന്ദ്രം എന്നിട്ട് പറയുകയാണ് സംസ്ഥാനങ്ങളോട് നിങ്ങളുടെ വാറ്റ് വർദ്ധിപ്പിക്കാതെ സെയിൽസ് ടാക്സ് വർദ്ധിപ്പിക്കാതെ വിലകൾ പിടിച്ചു നിർത്തൂ അല്ലെങ്കിൽ കുറയ്ക്കൂ. അങ്ങനെ പറയുന്നത് നമ്മുടെ ഫെഡറൽ സംവിധാനത്തോട് തന്നെ ഒരു വെല്ലുവിളിയാണ്. അവിടെയല്ല യഥാർത്ഥ പരിഹാരം. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, നയനിലപാടുകളുടെ ഉപോൽപ്പന്നമാണ് അല്ലെങ്കിൽ ഫലമാണ് ഈ പറയുന്ന പ്രശ്നം. നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം, അനുഭവിക്കാൻ പോകുന്ന പ്രശ്നം. ഇത് ഇവിടം കൊണ്ട് നിൽക്കുകയുമില്ല എന്ന് താങ്കൾക്കും എല്ലാവർക്കും അറിയാം, സംസാരിക്കുന്ന എല്ലാവർക്കും അറിയാം. ആരാണ് തുടക്കമിട്ടത് എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന വിപണിക്ക് എല്ലാം കൈമാറിയതിൻ്റെ കുറ്റത്തിൽ നിന്ന് UPA സർക്കാരിന്, കോൺഗ്രസിന് ഒഴിഞ്ഞു പോകാൻ സാധിക്കുന്നതല്ല. ആ നിലപാടിൻ്റെയും നയത്തിൻ്റെയും തുടർച്ച മാത്രമേ ഈ സർക്കാർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത്രമാത്രം വില ഉയർന്നിട്ട് പോലും കോൺഗ്രസിന് സജീവമായിട്ട് നല്ല ഊർജ്ജത്തോടെ വന്നൊരു സമരം ചെയ്ത് നാട്ടുകാർക്ക് അനുകൂലമായി നിൽക്കാൻ പോലും സാധിക്കാത്തത് എന്ന് പറഞ്ഞാൽ അതിനെതിരായിട്ടുള്ള വാദങ്ങൾ എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ? സനീഷ്, അത് പറയുന്നത് ശരിയല്ല. കാരണം എന്ന് വെച്ചാൽ നേരത്തെ മേരി ജോർജ് മാഡം പറഞ്ഞതുപോലെ ഓയിൽ പൂളിലേക്ക് ഇത് കൊണ്ടുവന്നത് വാജ്പേയി അധികാരത്തിലിരിക്കുമ്പോഴാണ്. അതിനുശേഷം നമുക്കറിയാം എണ്ണ കമ്പനികൾക്ക് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കൂടിയതനുസരിച്ചാണ് എണ്ണ കമ്പനികൾക്ക് അന്ന് അധികാരം കൊടുത്തത്. പക്ഷെ അത് തിരിച്ചെടുക്കാനുള്ള അധികാരവും കേന്ദ്ര സർക്കാരിനും ഉണ്ടായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. നമുക്കറിയാം ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം എന്താണ്, ഇവിടെ BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഉള്ള അന്താരാഷ്ട്ര GCC കണക്കിൽ ക്രൂഡ് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രി അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ അന്നത്തെ വില ബാരലിൻ്റെ വില താങ്കൾ തന്നെ ഇവിടെ പറഞ്ഞു, ഇവിടെ മാഡം ഇവിടെ ആവർത്തിച്ചു. നമ്മൾ കാണേണ്ടത് അന്ന് UPA ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോഴുള്ള സാഹചര്യം അല്ല ഇപ്പോഴുള്ളത്. അന്ന് ഓരോ ദിവസം കഴിയുന്തോറും ക്രൂഡ് ഓയിലിൻ്റെ വില ജമ്പ് ചെയ്യുകയാണ് ചെയ്തത്. ജമ്പ് ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിലാണ് അന്ന് വില വർദ്ധിപ്പിച്ചത്. ഇന്ന് അതല്ല സ്ഥിതി. ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ നമുക്കറിയാം GCC കൺട്രികളുടെ സാമ്പത്തിക സ്ഥിതി തന്നെ ഇന്ന് അവതാളത്തിലാണ്. കാരണം എന്ന് വെച്ചാൽ എന്താണ്, ഈ എണ്ണ ഉൽപാദക രാജ്യങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. അവരുടെ എക്കണോമി തന്നെ അതിനെ ബാധിച്ചിരിക്കുകയാണ്. അപ്പോൾ എത്രമാത്രം ക്രൂഡ് ഓയിലിന്റെ വില താഴ്ന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. അങ്ങനെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില താഴുന്നത് മൂലം ഇത് എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ വല്ലാത്ത പ്രതിസന്ധിയിലായിരിക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്ത് BJP ഗവൺമെന്റ്, നരേന്ദ്രമോദി ഗവൺമെന്റ് ഇതൊന്നും കാണാതെ വീണ്ടും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ദിവസം തോറും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സംസ്ഥാന ഗവൺമെന്റ്, ഇവിടെ റഹീം പറഞ്ഞു, സംസ്ഥാന ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വളരെ അഭിമാനത്തോടെ ഞങ്ങൾ പറയുന്നു, എണ്ണ കമ്പനികൾ വില വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ ഇവിടെ ടാക്സ് അന്ന് വേണ്ടെന്ന് വെച്ചത് ഉമ്മൻചാണ്ടി ഗവൺമെന്റാണ്. ഇവിടെ കേന്ദ്രത്തെ പാടിപ്പുകഴ്ത്തുന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു ധനമന്ത്രിയാണ് ഇവിടെ ഉള്ളത്. നരേന്ദ്രമോദിയുടെ നയങ്ങളെല്ലാം ഇവിടെ പ്രകീർത്തിക്കുകയല്ലേ പിണറായി വിജയനും അതോടൊപ്പം തന്നെ തോമസ് ഐസക്കും. എന്താ അവർ പറയുന്നത്? കേന്ദ്രം ഞങ്ങളെ കൈയച്ച് സഹായിക്കുന്നു, കേന്ദ്രം ഇത്രയേറെ ഞങ്ങളെ സഹായിക്കുന്നു, ഞങ്ങളെ ഇത്രയും സഹായിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റിനെ ഞങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്ന ഒരു ധനമന്ത്രി, ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. അവരെ എന്തുകൊണ്ട് മോദി അവിടെ കൂട്ടുമ്പോൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വില കൂട്ടുമ്പോൾ ഇവിടെ എക്സൈസ് തീരുമാനങ്ങൾ ടാക്സ് വേണ്ടെന്ന് വെക്കാനുള്ള ഒരു തീരുമാനം ഇവർ എടുക്കട്ടെ. എന്താണ് സംഭവിക്കുക? സർക്കാരിന്റെ ഭാഗമായിട്ട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് 100 കോടി രൂപ വരുമാനത്തിൽ നഷ്ടമാകും എന്നതാണ് അവരുടെ പ്രശ്നം. അങ്ങനെ വരുമാനത്തിൽ നഷ്ടമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന സാഹചര്യമില്ല എന്നത് അവരുടെ
വാലിഡ് ആയിട്ടൊരു പോയിന്റ് ആയിട്ട് മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിലിരുന്നപ്പോഴും ഈ നഷ്ടം ഉണ്ടായിരുന്നല്ലോ. അതാണ് അത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളാണ് ശ്രീമതി മേരി ജോർജ് ഇതിനുശേഷം തരിക. എ റഹീം, സുരേഷ് രണ്ടുപേരിലേക്ക് ഞാൻ വരാം. ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. അതിന് മുമ്പ് ഒരു കണക്ക് കൂടെ കയ്യിലുള്ളത് 2014 വരെ എക്സൈസ് നികുതി 3.5 രൂപയായിരുന്നു എന്ന് നമുക്കറിയാം. അത് 19.48 രൂപയായിട്ടാണ് 19 രൂപ 48 പൈസയായിട്ടാണ് വർദ്ധിപ്പിച്ചത്. കേന്ദ്ര നികുതി പഴയതുപോലെ 3.5 രൂപയാക്കിയാൽ ഇന്നത്തെ പെട്രോൾ വില 48 രൂപ 51 പൈസക്ക് നിൽക്കും എന്നതാണ് ഒരു കണക്ക് കൈവശമുള്ളത്. എന്ന് വെച്ചാൽ ഈ പറയുന്നതിൽ കേന്ദ്ര സർക്കാർ ഒരു നിലപാടെടുത്താൽ ഇങ്ങനെ താഴേക്ക് വരാവുന്ന സാഹചര്യമുണ്ട്. പക്ഷേ കേന്ദ്രത്തിന് അത് എടുക്കാൻ പറ്റുമോ എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അതിലേക്ക് ശ്രീ എസ് സുരേഷ്, ഈ കേന്ദ്ര സർക്കാരിൻ്റെ നയനിലപാടുകൾ തുടർച്ചയാണ്. ആ തുടർച്ചയായ നയനിലപാടുകളുടെ ഭാഗമായിട്ട് മറ്റ് മാർഗമില്ലാത്തത് കൊണ്ടുള്ള ചില കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു. അത് ചെയ്യുമ്പോൾ തന്നെയും ഇന്ധന വിലവർധന ഉണ്ടാകുമ്പോൾ തന്നെയും അതിന് ബദലായിട്ട് മറ്റുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ വലിയ തോതിൽ ജനങ്ങളെ സഹായിക്കുന്നുണ്ട്, വലിയ ജനാനുകൂല പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് എന്നതൊക്കെയാണല്ലോ ആ ഭാഗത്തു നിന്നുള്ള വാദങ്ങൾ. അത് ശരിയെന്ന് വെച്ചാൽ തന്നെയും ഈ പറയുന്ന കാര്യം നികുതി കുറക്കുക, അല്ലെ കഴിഞ്ഞ തവണ വലിയ തോതിൽ വിലയുണ്ടായിരുന്ന കാലത്ത് 2014 കേന്ദ്രത്തിന് ഇന്ധന നികുതിയിൽ നിന്ന് 1.52 കോടി രൂപയാണ് നികുതിയായി ലഭിച്ചതെങ്കിൽ കഴിഞ്ഞ വർഷം അത് 3.34 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതേ വിലയുണ്ടായിരുന്ന അക്കാലത്ത് ഉള്ളതിനേക്കാൾ ഇരട്ടിയിലേറെ തുക കേന്ദ്രത്തിന് ലഭിക്കുന്നുണ്ട് ഇത്തവണ ഇപ്പോൾ എന്നത് വസ്തുതയാണ്. അത്ര വലിയ ലാഭം അല്ലെങ്കിൽ കൂടുതൽ ഈ കേന്ദ്ര സർക്കാർ വാങ്ങുന്നുണ്ട്. പക്ഷേ അന്നും 2014 1.52 കോടി രൂപയാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടി നികുതിയായിട്ട് ലഭിച്ചത് സംസ്ഥാനങ്ങൾക്ക്. എന്നാൽ കഴിഞ്ഞ വർഷം അത് 1.89 തന്നെയാണ്. എന്ന് വെച്ചാൽ അതിൽ വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. സംസ്ഥാനങ്ങൾക്ക് ആ കാലത്തും ഈ കാലത്തും ഒരേ തരത്തിലുള്ള വരുമാനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ കേന്ദ്രത്തിൻ്റെ വരുമാനം ഇതുവഴി 2014 വില കൂടുതലുണ്ടായിരുന്ന സാഹചര്യത്തിന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഒരുപാട് ഇരട്ടിയിലേറെ തുക വരുമാനം ലഭിക്കുന്ന സാഹചര്യവുമുണ്ട്. ഇതൊഴിവാക്കിയിട്ട് നാട്ടുകാരെ, ജനങ്ങളെ സഹായിച്ചേക്കാം, ഞങ്ങൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സമരം ചെയ്തതാണല്ലോ, സഹായിച്ചേക്കാം എന്ന് വിചാരിച്ചാൽ കേന്ദ്രത്തിനത് ചെയ്യാവുന്നതേ ഉള്ളൂ, എന്ന് ആഗ്രഹിച്ചാൽ കേന്ദ്രത്തിനത് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ കേന്ദ്രം ചെയ്യുന്നില്ല. അവിടെ ഒരു ജനവഞ്ചനയുണ്ട് എന്ന് പ്രാഥമികമായ നോട്ടത്തിൽ തന്നെ കാണുകയില്ലേ ശ്രീ സുരേഷ്? ശ്രീ സനീഷ്, നരേന്ദ്രമോദി സർക്കാർ ജനവഞ്ചനയുടെ സർക്കാരാണ് എന്ന് പ്രതിപക്ഷത്തിന് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ മേരി ജോർജ് വളരെ വ്യക്തമായിട്ട് നേരത്തെ പറഞ്ഞു, ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായ ഉത്തരമുണ്ട്. കാരണം കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഇവിടെ 2,63 കുടുംബങ്ങൾ വൈദ്യുതി എത്തിച്ചു. 14,826 ഗ്രാമങ്ങൾക്ക് വൈദ്യുതി എത്തിച്ചു. അതോടൊപ്പം തന്നെ മുദ്രാ ലോൺ എന്ന് പറയുന്ന സംവിധാനം 8.6 കോടി യുവാക്കൾക്ക് മുദ്രാ ലോണിന്റെ ഗുണം കിട്ടി. ഏകദേശം 3.72 ലക്ഷം കോടി രൂപയാണ് മുദ്രാ ലോണായിട്ട് യുവാക്കൾക്ക് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 314 ബെനിഫിഷ്യറി ക്ഷേമ പദ്ധതികളിലൂടെ 2 ലക്ഷം കോടി രൂപ 41.6 കോടി ജനങ്ങൾക്കായിട്ട് ഈ ഗവൺമെന്റ് വിതരണം ചെയ്തു 2 വർഷത്തിനുള്ളിൽ. ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിൽ നമ്മുടെ ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന്റെ UPA സർക്കാർ ഇരിക്കുമ്പോൾ ഒരു ദിവസം 4 കിലോമീറ്റർ ദൂരമാണ് റോഡ് വികസിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് 132 കിലോമീറ്റർ ദൂരമാണ് ഒരു ദിവസം റോഡ് ഇൻഫ്രാസ്ട്രക്ചർ വികസിക്കുന്നത് ഈ രാജ്യത്ത്. ഇതുപോലെ എനിക്ക് 100 കണക്കിന് ഉദാഹരണങ്ങൾ ഇവിടെ ഇരുന്ന് പറയാൻ സാധിക്കും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മറ്റൊരു കാര്യം ശ്രീ സനീഷ് മനസ്സിലാക്കേണ്ടത്, ഞങ്ങളുടെ താല്പര്യം ഇവിടുത്തെ ജനങ്ങൾക്ക് ദ്രോഹകരമായിട്ടുള്ള പെട്രോളിയം ഡീസൽ വില വർധന കുറയണമെന്നാണ്. അതായത് ഇത് കുറയണമെന്നാണ് ആഗ്രഹം, എല്ലാവർക്കും ആഗ്രഹം. സമരം നടത്തിയതാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്. പക്ഷേ ഇപ്പോഴത് ഉണ്ടാകുന്നില്ല. മറ്റെന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും അതൊക്കെ ചെയ്യും. പെട്രോളിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് പെട്രോളിന്റെ വിലവർധന കുറച്ചതിന് ശേഷം ഞങ്ങൾ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞല്ലേ വന്നത് അധികാരത്തിലേക്ക്. പക്ഷേ ഇതിപ്പോൾ പെട്രോൾ വില ഇങ്ങനെ കുതിച്ചു പോവുകയാണ്. അതിന് ന്യായീകരണമായിട്ട് ഒരു സർക്കാർ സാധാരണമായിട്ട് ചെയ്യുന്ന ഗുണപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം, ജനാനുകൂല പദ്ധതികളെല്ലാം മുന്നോട്ടേക്ക് വെക്കേണ്ടുന്ന ഗതികേടിലാണ് BJP എന്നത് സങ്കടകരമായ സാഹചര്യമല്ലേ? അല്ല സനീഷ്, GST ഈ രാജ്യത്ത് നടപ്പാക്കിയത് ഈ രാജ്യത്ത് വില കുറയ്ക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന്റെ കോൺഗ്രസിനോടും AA റഹീമിന്റെ മാർക്സിസ്റ്റ് പാർട്ടിയോടും ഞങ്ങൾ പറയുന്നത്, നമുക്ക് ഈ പെട്രോളിയം വില GSTയിൽ ഉൾപ്പെടുത്താം, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില GSTയിൽ ഉൾപ്പെടുത്താം. അങ്ങനെ നമുക്ക് സമ്പൂർണമായിട്ടും വില കുറയ്ക്കാം. അതിന് ഞങ്ങൾ തയ്യാറാണ്. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ തയ്യാറാണ്.
മാത്രമല്ല BJP ഇന്ന് 11 സംസ്ഥാനങ്ങളിൽ BJP നേരിട്ട് ഭരിക്കുന്നു. അതിൽ 11 സംസ്ഥാനങ്ങളിലും ഞങ്ങൾ സംസ്ഥാനത്തിനുള്ള വിറ്റുവരവ് അതിന്റെ നികുതി ഞങ്ങൾ കുറച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ സംസ്ഥാന സർക്കാരുകൾ പെട്രോളിന്റെ വില കുറച്ചു. ഞങ്ങളുടെ കേന്ദ്ര സർക്കാർ പറയുന്നു ഞങ്ങൾ GSTയിൽ ഉൾപ്പെടുത്തി പെട്രോളിന്റെയും ഡീസലിന്റെയും വില സമ്പൂർണ്ണമായി കുറയ്ക്കാൻ തയ്യാറാണ്. ഞങ്ങൾ ഇത് പറയുമ്പോൾ ഞങ്ങളുടെ ആത്മാർത്ഥതയ്ക്കനുസരിച്ച് ഈ നാട്ടിലെ ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഞങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരിതത്തിന് പരിഹാരം കണ്ടൂടെ? മാത്രമല്ല മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പെട്രോളിയം വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ പെട്രോളിയം ഡീസൽ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുന്നത് നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല. അന്താരാഷ്ട്ര മേഖലയിൽ ഈ രംഗത്ത് യാതൊരു നിയന്ത്രണവും ഇന്ത്യക്കില്ല. അതൊക്കെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്ന കാര്യം മറക്കരുത്. അതിപ്പോൾ പുതുതായി വന്ന സാഹചര്യമല്ല ശ്രീ എസ് സുരേഷ്, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്നതാണ്. ഞാൻ തിരിച്ചു വരാം താങ്കളെ. ശ്രീ എ റഹീം, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഞാൻ വരാം. ഒരു നിമിഷം ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, ഞാൻ താങ്കളിലേക്ക് വരാം. ഒന്ന് ശ്രീ റഹീമിലേക്ക് പോയതിനു ശേഷം ശ്രീ റഹീം, അദ്ദേഹം മുന്നോട്ട് വെച്ച അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ ന്യായവാദങ്ങളെ കുറിച്ച് നിരവധിയായ കാര്യങ്ങൾ പറയാനുണ്ടാകും താങ്കൾക്കെന്ന് എനിക്കറിയാം. പക്ഷെ അവിടെ അല്ല താങ്കളുടെ മറുപടി വേണ്ടത്. താങ്കളുടെ മറുപടി വേണ്ടത് ശ്രീ റഹീം ഇവിടെയാണ്. അതായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ പറയുന്ന നികുതി വേണ്ടെന്ന് വെച്ച് ജനങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ. അക്കാലത്തും ഉണ്ടായിരുന്നു ആ സാമ്പത്തിക പ്രതിസന്ധി എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ശ്രീമതി മേരി ജോർജ്. ഒപ്പം ഈ കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന BJPയുടെ തന്നെ സർക്കാരുകൾ, സംസ്ഥാന സർക്കാരുകൾ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഹരിയാന, പഞ്ചാബ്, ഹിമാചൽ എന്നീ സംസ്ഥാനങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യം പരിഗണിച്ച് നികുതി കുറച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത അവസ്ഥയിലേക്ക് പോവുക എന്ന കാര്യം ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് മാത്രം അത് പറ്റാത്തത് എന്ന ചോദ്യം അപ്പോഴും ബാക്കിയാണ്. ശ്രീ സുരേഷ് മുന്നോട്ട് വെക്കുന്ന ആ കാര്യത്തിന് മറുപടി വേണ്ടി വരും. അല്ല, ഞാൻ പറയാം. ആ മറുപടി പറഞ്ഞിട്ട് ഞാൻ സുരേഷ് പറഞ്ഞതിനൊക്കെ അതിന് പ്രതികരിക്കേണ്ടി വരും. ഇവിടെ 650 കോടിയല്ല, സംസ്ഥാന സർക്കാർ ഈ നികുതി ഉപേക്ഷിച്ചാൽ സംസ്ഥാന സർക്കാരിനുണ്ടാകുന്ന നഷ്ടം ഒരു സാമ്പത്തിക വർഷത്തിൽ 1500 കോടി രൂപയാണ്. 1500 കോടി രൂപയുടെ നഷ്ടം നമുക്ക് ആ നിലയിൽ വേണ്ടെന്ന് വെക്കാനാകില്ല. അങ്ങനെ ഒരു സാമ്പത്തിക സ്ഥിതിയിലല്ല ഇന്ന് കേരളവും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, അതവിടെ നിൽക്കട്ടെ. രണ്ടാമതൊരു ഭാഗം 62 കോടി രൂപയുടെ നഷ്ടം സഹിച്ചിട്ടാ കുറച്ചു കൊടുത്തത് മഹാരാഷ്ട്ര സർക്കാർ. ശ്രീ റഹീം, അല്ല, അദ്ദേഹം തന്നെ ബാക്കിയും പറയട്ടെ. ഇതെന്താ കേട്ടപ്പോൾ പറയാൻ തോന്നിയ ദേഷ്യം പിടിക്കണ്ട. മഹാരാഷ്ട്ര സർക്കാർ അത്രമാത്രം വലിയ നഷ്ടം സഹിച്ചിട്ടുണ്ടെന്നാണ്. അതങ്ങനെ എടുത്താൽ മതി. അത് ശരിയല്ല. അല്ലല്ല, അദ്ദേഹം പറയുന്ന എല്ലാ വിവരക്കേടും ഞാൻ കേട്ടോണ്ടിരിക്കുന്ന അത് ശരിയല്ല. അത് ഞാൻ പറയട്ടെ. അത് രണ്ടാമത് സനീഷയുടെ വരുന്നൊരു പ്രശ്നം എന്നറിയാമോ? ഇവിടെ ഇവർ പറയുന്നത് കേട്ടാല് റഹീം, നിങ്ങൾ ഈ വസ്തുതകൾക്ക് നേരെ അസഹിഷ്ണുത കാണിക്കുന്നത് എന്തിനാ? ഒരു നിമിഷം ശ്രീ സുരേഷ്, അദ്ദേഹം പറയട്ടെ. അദ്ദേഹത്തിന്റെ പോയിന്റ് മുന്നോട്ട് വെക്കുമ്പോൾ ഇടക്കേറി ശല്യപ്പെടുത്തല്ലേ താങ്കൾ. അദ്ദേഹം പറയട്ടെ. ശ്രീ റഹീം, കഴിഞ്ഞു. ശരി, ഞാൻ പറയാം. ഇവിടെ ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഇവിടെ മുമ്പോട്ട് വെക്കുന്ന ഒരു പ്രശ്നം ഞാൻ പറഞ്ഞു, 1500 കോടി രൂപ നഷ്ടമാണ്. പിന്നെ സനീഷ് ചോദിച്ചൊരു ചോദ്യത്തിന്റെ ഒരു വാക്കിലൊരു വശമുണ്ട്, നികുതി ഉപേക്ഷിച്ചു എന്നാണ്, നികുതി വേണ്ടെന്ന് വെച്ചു എന്നാണ്. തെറ്റാണ്. നികുതി വേണ്ടെന്ന് ഒരു കാലത്തും ഒരു ഗവൺമെന്റും വെച്ചിട്ടില്ല, വെക്കാനാവുകയില്ല. അപ്പോൾ വർദ്ധിപ്പിച്ചൊരു വർധനമുണ്ട്. ആ നിരക്ക് വർധനവിൽ വന്ന വ്യത്യാസം ഇവിടെ വേണ്ടാന്ന് വെച്ചു, അത്രയേ ഉള്ളൂ. അല്ലാതെ ആ നികുതിയൊന്നും വേണ്ടാന്ന് വെച്ചിട്ടില്ല. ഒരു സംസ്ഥാന സർക്കാരും വെച്ചിട്ടില്ല. ഇതാണൊന്ന്. രണ്ടാമത് മറ്റൊന്ന്, ഇവിടെ ഇദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന തീസിസിന്റെ ഒരു പ്രത്യേകത, ഇവരെല്ലാം വെക്കുന്നത് എന്താ, ഇവിടെ ഈ സംസ്ഥാന സർക്കാർ ഏൽപ്പിക്കുന്ന നികുതി ഭാരമാണ്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പിടിച്ചെടുക്കുന്ന നികുതി ഭാരമാണ് ഈ പെട്രോൾ പ്രൈസ് ഹൈക്കിന്റെ കാരണമെന്നാണ്. അത് തെറ്റാണ്. എത്ര ശതമാനം പണ്ട് നിങ്ങൾ നോക്കൂ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് 55 പെട്രോളിന് 55.49 ഡോളറായിരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന അതിൻ്റെ ഇതിന്റെ പണം നിശ്ചയിക്കുന്ന, അതിന്റെ 1 ലിറ്ററിനുള്ള പണം നിശ്ചയിക്കുന്ന ചാർട്ട്, ആ ചാർട്ടിലെ സ്റ്റേറ്റ് എത്രയാണ്? 17.94 രൂപയാണ്. 17.94. അപ്പോൾ എത്രയാണ് സെൻട്രൽ ടാക്സ് എന്ന് പറയുന്നത്? 21.48. നിങ്ങൾ നോക്കൂ, അതിന് പുറമെയാണ് വ്യത്യസ്ത മേഖലകളിൽ ഇവർ വാങ്ങിക്കൊണ്ടിരിക്കുന്ന മറ്റ് പണം. ഇതെല്ലാം ഇവർ വാങ്ങാണ്. ഇതെല്ലാം വാങ്ങിയതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ അങ്ങനെ എക്സൈസ് തീരുവ കുറയ്ക്കുകയാണെങ്കിൽ കുറയ്ക്കേണ്ടതവരാണ്. ഇവിടുത്തെ പ്രശ്നം എന്താ അഭിലാഷേ? എക്സൈസ് തീരുവ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഏർപ്പെടുത്തുന്നത് ഒരു പ്രശ്നം മാത്രമാണ്, ഒരു ഘടകം മാത്രമാണ്. ഇവിടുത്തെ ബേസിക് പ്രശ്നത്തിൽ ഇവരെന്തിനെ ഒളിച്ചോടുന്നു? ബേസിക് ആയിട്ടുള്ള പ്രശ്നം അനിയന്ത്രിതമായ ഇന്ധന വില വർധനവ് രാജ്യം ചർച്ച ചെയ്ത് തുടങ്ങിയത് എപ്പോഴാണ്? അത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അത് ആ മേഖലയിലേക്ക് സ്വകാര്യ എണ്ണ കമ്പനികൾക്ക് പ്രവേശനം ലഭിച്ച കാലം മുതലാണ്. അത് ആരുടെ കാലത്ത്?
ഇവരുടെ കാലത്താണ്. പിന്നെ രണ്ട്, നിങ്ങൾ നോക്കൂ, അതിനുശേഷമോ ഇതിന്റെ ഇന്ധന വിലയുടെ നിയന്ത്രണാധികാരം രാജ്യത്തിന്റെ ഗവൺമെന്റിനുള്ളതായിരുന്നു. ഗവൺമെന്റിന് നിക്ഷിപ്തമായിരുന്ന അധികാരം എന്തിനാണ് എണ്ണ കമ്പനികൾക്ക് വിട്ടുകൊടുത്തത്? ഇനി പോട്ടെ, അവരുടെ ഇഷ്ടാനിഷ്ടം വിട്ടുകൊടുത്തത് മാത്രമല്ല, പ്രതിദിനം വർദ്ധിപ്പിച്ചോളാൻ വേണ്ടി എന്തിനാണ് അവർക്ക് നിങ്ങൾ അംഗീകാരം കൊടുത്തത്? ആ ചോദ്യങ്ങൾക്ക് അക്ഷരം ഉണ്ടായിട്ടില്ല. എന്തൊരു പ്രസക്തമായ ചോദ്യങ്ങളാണ് ശ്രീമതി മേരി ജോർജ് അദ്ദേഹം ഉന്നയിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? അതായത് സർക്കാരുകളുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു അധികാരം അങ്ങോട്ട് കൈമാറിയതിനു ശേഷമാണ് ഈ പറയുന്ന ദുരന്തം നമ്മുടെ തലയ്ക്കുമേൽ വന്ന് വീണത് എന്നത് വസ്തുതയല്ലേ? കൃത്യമായിട്ട് ആളുകൾക്ക് അറിയാവുന്നതല്ലേ? അവിടെ തുടങ്ങി നമ്മുടെ പരാജയം എന്നതല്ലേ കാണേണ്ടത്? അതിനകത്ത് കൃത്യമായ കാരണങ്ങളുണ്ട്. മിസ്റ്റർ റഹീമിന് ആ കാരണം അറിയില്ലാത്തത് ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് നമ്മൾ 1971 മുതൽ ഓയിൽ പൂൾ അക്കൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ആ ഓയിൽ പൂൾ അക്കൗണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര വിപണിയിൽ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഓയിൽ പൂൾ അക്കൗണ്ടിൽ നിന്ന് റിലീസ് ചെയ്തിട്ടാണ് ഇന്ത്യയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഉയരാതെ സൂക്ഷിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ ഓയിൽ പൂൾ, അതായത് ഈ അന്താരാഷ്ട്ര വിപണിയിൽ വില കുറയുകയാണെങ്കിൽ ആ കുറവിൽ നിന്ന് കിട്ടുന്ന പ്രയോജനം ഓയിൽ പൂൾ അക്കൗണ്ടിലേക്ക് ചേർക്കുമായിരുന്നു. പക്ഷേ ഒട്ടുമിക്ക കാലങ്ങളിലും അന്താരാഷ്ട്ര വിപണിയിലെ വില കയറുകയായിരുന്നു. അപ്പോൾ ഓയിൽ പൂൾ അക്കൗണ്ടിലേക്ക് ബജറ്റുകൾ വഴിയായിട്ട് എന്താണ് വിഭവ വിന്യാസം നടത്തിയാണ് ഓയിൽ പൂൾ അക്കൗണ്ടിനെ സംരക്ഷിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ 2000 ഒക്കെ ആയപ്പോഴത്തേക്കും, അതായത് നമ്മളെ ഗ്ലോബലൈസേഷനും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഫിസ്ക്കൽ കൺസോളിഡേഷൻ, ധനക്കമ്മി കുറച്ചു കൊണ്ടുവരിക എന്ന നിയമമാണ് അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസീസ് മാത്രമല്ല വേൾഡ് ബാങ്ക്, അതുപോലെ തന്നെ IMF ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം മുൻപോട്ട് വെച്ചത്. അപ്പം ഈ ഫിസ്ക്കൽ കൺസോളിഡേഷൻ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ബജറ്റിൽ നിന്ന് ഓയിൽ പൂൾ അക്കൗണ്ടിലേക്ക് പണം കണ്ടമാനം നീക്കി വയ്ക്കാനുള്ള സൗകര്യമില്ലാതെ വന്നു. അങ്ങനെയാണ് 2002 ഗവൺമെൻറ്, വാജ്പേയി ഗവൺമെൻറ് ആയതുകൊണ്ട് ചെയ്യുന്നതെല്ലാം കുറ്റമെന്ന് നമുക്ക് പറയാൻ ഒക്കില്ല. അങ്ങനെയാണ് ഈ അക്കൗണ്ട്, അതായത് അതിൽ സബ്സിഡി അനുഭവിക്കുന്നവർ തന്നെ ആ കാലത്തും ഈ കാലത്തും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സബ്സിഡി അനുഭവിക്കുന്നവരിൽ വലിയ ഒരു ഭാഗം റഹീം തന്നെ നേരത്തെ പറഞ്ഞ കോർപ്പറേറ്റുകളാണ്. അപ്പോൾ ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഇങ്ങനെ ഓയിൽ പൂൾ അക്കൗണ്ട് പ്രയോജനപ്പെടുത്തി സബ്സിഡി കൊടുക്കേണ്ട എന്ന തീരുമാനത്തിൻ്റെ ബേസിസിലാണ് ഓയിൽ പൂൾ അക്കൗണ്ട് നിർത്തലാക്കിയതും ഇത് സാവകാശമായിട്ട് വിപണിക്ക് വിടും എന്ന തീരുമാനത്തിലെത്തിയതും. ആ തീരുമാനം വാജ്പേയി ഗവൺമെൻറ് എടുത്താലും UPA ഗവൺമെൻറ് എടുത്താലും നമുക്ക് എതിര് പറയാനൊക്കില്ല. കാരണം എല്ലാ കാലങ്ങളിലും കോർപ്പറേറ്റ് സെക്ടറിനെ കണ്ടമാനം സബ്സിഡൈസ് ചെയ്യുന്നു എന്ന ക്രിറ്റിസിസം എല്ലായ്പ്പോഴും ഇടതുപക്ഷത്തു നിന്ന് ഉണ്ടാകുന്നതാണ്. നമ്മളൊക്കെ അത് പറയുന്നതുമാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ആ തീരുമാനം എടുത്തു. ആ തീരുമാനം തെറ്റല്ല. പക്ഷേ തെറ്റിയ തീരുമാനം എവിടെയാണ് ഉണ്ടായത്? എപ്പോഴൊക്കെ അന്താരാഷ്ട്ര വിപണിയിൽ വില കൂടുമോ അപ്പോഴൊക്കെ ഇവിടെയും വില കൂടും, എപ്പോഴൊക്കെ കുറയുമോ അപ്പോഴൊക്കെ ഇവിടെയും കുറയുന്നില്ല. പക്ഷേ ആ തീരുമാനം തെറ്റിച്ചു. അവിടെയാണ് ജനങ്ങളോട് അങ്ങനെ തെറ്റിക്കാവുന്ന തീരുമാനമായിരുന്നു അത് എന്ന് തന്നെയല്ലേ അതിന്റെ ഏറ്റവും വലിയ അപകടം ശ്രീമതി മേരി ജോർജ്. അതായത് 3.34 കോടി രൂപ ഇന്ധന നികുതിയായി കേന്ദ്രത്തിൽ ലഭിക്കുകയും അത് 2014 1.52 കോടി മാത്രമായിരുന്നിടത്ത് ഇരട്ടിയിലേറെ കിട്ടിയിട്ടും ഇത് വേണ്ടെന്ന് വെച്ച് ജനങ്ങളെ ഒന്ന് സന്തോഷിപ്പിച്ച് കളയാം, അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായ നിലപാടെടുക്കാം എന്ന് സർക്കാരിന് തോന്നാത്ത വിധമുള്ളൊരു തീരുമാനമായി പോയി ഇത് എന്നതാണ് ഇടതുപക്ഷത്തിന്റെ വിമർശനം ശരിയാണല്ലോ എന്ന് തോന്നലുണ്ടാക്കുന്നത്. അതാണ് ജനവഞ്ചന എന്ന് ഞാനും പറയുന്നത്. തീർച്ചയായിട്ടും തെറ്റാണത്, ജനവഞ്ചനയാണത്. ഈ പറയുന്നത് പോലെ ഈ കേന്ദ്ര നികുതി ഇപ്പോൾ 2014 19.48 ആക്കി വർദ്ധിപ്പിച്ചത് അതുവരെ 3.5 രൂപയായിരുന്നത് തിരിച്ച് 3.5 രൂപയാക്കിയാൽ വില വല്ലാതെ കുറച്ചു കൊണ്ടുവരാൻ പറ്റും എന്ന് എൻ്റെ മുന്നിലുള്ള കണക്ക് പറയുന്നു. 48 രൂപ 51 പൈസ കൊണ്ട് ഈ പെട്രോൾ വിൽക്കാനാകും. അങ്ങനെ ചെയ്യാനുള്ള തടസ്സം എന്തായിരിക്കും? അങ്ങനെ ചെയ്തുകൂടെ ഈ കേന്ദ്ര സർക്കാരിന്? എനിക്ക് പറയാമോ ഉത്തരം? താങ്കളോടാണ് അത്. തീർച്ചയായിട്ടും. അതായത് അങ്ങനെ ഗവൺമെന്റിന് ചെയ്യാം, പക്ഷെ ഗവൺമെന്റ് ചെയ്യില്ല. എന്തുകൊണ്ട്? ഇപ്പോൾ അന്താരാഷ്ട്ര ഏജൻസീസ് കൊടുത്തിരിക്കുന്ന റേറ്റിംഗ്, അതായത് നമുക്കറിയാം ഇന്ത്യക്കകത്ത് ചെറുകിട ഇടത്തരം മേഖലകളിലൊക്കെ തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ ഇവിടെ ക്രയശേഷി കുറഞ്ഞിരിക്കുന്നു, ഇക്കോണമി ഡൗൺ, അതായത് ഇക്കോണമിയുടെ ഗ്രോത്ത് താഴേക്ക് പോയിരിക്കുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ പോലും പല അന്താരാഷ്ട്ര ഏജൻസീസും നരേന്ദ്രമോദി ഗവൺമെന്റിന് ഹൈ റേറ്റിംഗ് കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് ഈ റേറ്റിംഗ് കൊടുക്കുന്നത്? അതായത് നമുക്കറിയാം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെട്ടിരിക്കുന്നു, 130ാം സ്ഥാനത്ത് നിന്ന് 100ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യ അടുത്ത വർഷം, അതായത് 2018 ഹയർ ഗ്രോത്ത് റേറ്റ് 7.6% ഗ്രോത്ത് റേറ്റ് നേടുമെന്ന് പറഞ്ഞിരിക്കുന്നു റേറ്റിംഗ് ഏജൻസീസ്. ഇതൊക്കെ
ഫിസ്ക്കൽ കൺസോളിഡേഷൻ, അതായത് ഈ ഓയിൽ പൂൾ ഓയിൽ രംഗത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ എക്സൈസ് തീരുവയായിട്ട് കളക്ട് ചെയ്ത ഈ പറയപ്പെട്ട 3 കോടിയിലധികം വരുന്ന തുക ഫിസ്ക്കൽ ധനക്കമ്മി കുറച്ചു കൊണ്ടുവരാൻ അങ്ങനെ ചില നേട്ടങ്ങളുണ്ട്. ഞാൻ ഇടപെടുന്ന സമയങ്ങളുണ്ടാണ് ശ്രീമതി മേരി ജോർജ്. കൊടിക്കുന്ന് സുരേഷിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ കൊടിക്കുന്ന് സുരേഷ്, ചില നേട്ടങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് സർക്കാരിന്. സംസ്ഥാന സർക്കാർ ഇത് വേണ്ടെന്ന് വെക്കാത്തത് എന്തുകൊണ്ടാണ് എന്നതുപോലെ അവർക്ക് അതിനുള്ള ന്യായീകരണങ്ങളുണ്ട്. തുറന്നു വെച്ചു കൊടുത്തത് താങ്കളുടെ സർക്കാരാണ് എന്നതുകൊണ്ട് അക്കാര്യത്തിൽ വലിയ വിമർശങ്ങൾക്ക് ഇനി അങ്ങോട്ട് പ്രസക്തിയില്ലാത്തതാണ്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ, ഇത് തിരിച്ചറിയുന്നതുകൊണ്ടായിരിക്കണം മൻമോഹൻ സിംഗിനെ പോലെ വളരെ പ്രധാനപ്പെട്ട സാമ്പത്തിക മേഖലയിലെ കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾ ഇപ്പോഴും, അല്ലെങ്കിൽ പല ആളുകൾ ആ പാർട്ടിക്കകത്തുള്ളത് കൊണ്ടായിരിക്കണം ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ കാലത്ത് പോലും സമരമൊന്നും ചെയ്യാൻ താങ്കളുടെ രാഷ്ട്രീയ പക്ഷം തയ്യാറാകാത്തത്. ഇതൊരു വസ്തുതയാണ്. ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകാനാകൂ എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയല്ലേ? താങ്കൾ അവസാനിപ്പിക്കൂ ചർച്ച. അല്ല, ഞാൻ പറയട്ടെ സനീഷ്, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ച അന്നത്തെ സാഹചര്യത്തിൽ പെട്രോളിനും ഡീസലിനും വില ഇവിടെ കൂടി എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിന് അന്ന് ഇന്ത്യ ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു. അതിഭീമമായ വർധനമാണ് ക്രൂഡ് ഓയിലിന് ഉണ്ടായത്. അത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഇക്കണോമിയെ അത് ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഗവൺമെന്റിന് ഇത് എണ്ണ കമ്പനികളെ ഏൽപ്പിക്കേണ്ടി വന്നതെന്നുള്ളതാണ്. ഇന്നത്തെ സാഹചര്യം അതല്ല എന്നുള്ളത് നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില ഇടിഞ്ഞ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഇവിടെ വില കുറയ്ക്കുവാൻ, എക്സൈസ് തീരുവ കുറയ്ക്കുവാൻ സംസ്ഥാന ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് തയ്യാറുന്നില്ല. ഇവിടെ പിണറായി വിജയന്റെ ഗവൺമെന്റ്, കേന്ദ്രത്തിൽ മോദി സർക്കാരും, ഇവർ രണ്ടുപേരും ജനങ്ങളെ വഞ്ചിക്കുകയും ജനങ്ങളെ ദ്രോഹിക്കുകയും ജനങ്ങൾക്ക് അധികഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ കൊള്ളയടിക്കാൻ എങ്ങനെ കഴിയും എന്ന് ഗവേഷണം നടത്തുന്ന 2 ഗവൺമെന്റുകളാണ് ഈ രാജ്യവും ഈ സംസ്ഥാനവും ഭരിക്കുന്നത്. അവർക്ക് ജനങ്ങളോട് യാതൊരു താല്പര്യമില്ല. അവര് ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ജനങ്ങളെ ഏത് തരത്തിൽ ബുദ്ധിമുട്ടിക്കാവുന്ന തരത്തിലുള്ള. വളരെ നന്ദി ശ്രീ കൊടിക്കുന്ന് സുരേഷ് ഞങ്ങളോട് സംസാരിച്ചതിന്. റഹീം, താങ്കൾ എന്തോ കൈ ഉയർത്തി, എന്തായിരുന്നു അത്? അവസാനിപ്പിക്കാം ഇത്. അല്ല, സനീഷ്, ഇവിടെ വരുന്നൊരു പ്രശ്നം മേരി ജോർജ് മാഡം പറയുന്നത്, മേരി ജോർജ് മാഡം മുന്നോട്ട് വെക്കുന്ന എക്കണോമിക്സ് എന്ന് പറയുന്നത് അത് പൂർണ്ണമായും ഈ പറയുന്ന ഗ്ലോബലൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു റൈറ്റ് വിങ്ങിന്റെ ഒരു എക്കണോമിക്സ് കാഴ്ചപ്പാടാണ്. ഞാൻ അതിനോട് പൂർണ്ണമായി എതിർക്കുകയാണ്. ഇതേ വാദമുഖങ്ങൾ തന്നെയാണ് മൻമോഹൻ സിംഗ് മുന്നോട്ട് വെക്കുന്നത്. ഇതേ വാദമുഖങ്ങൾ തന്നെയാണ് നന്ദൻ നിൽക്കന് മുന്നോട്ട് വെക്കുന്നത്. ഇവരെല്ലാം മുന്നോട്ട് വെക്കുന്നത്. അതായത് വസ്തുതയാണത്. സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് സ്റ്റേറ്റ് ഒഴിയുകയാണ്. ആ ഒഴിഞ്ഞതിന്റെ ദുരന്തമാണ് ഈ കാണുന്നത്. വളർച്ചയെ കുറിച്ച് പറയുകയാണ്. ഞാൻ ചോദിക്കുന്നു, ഡീസലിന്റെ വില ഉയർന്നാൽ ജനങ്ങളുടെ വാങ്ങൽ ശേഷി എങ്ങനെ ബാധിക്കും? അവസാനിപ്പിക്കാം ശ്രീ റഹീം. അത് പ്രശ്നമാണ്. താങ്കൾ മുന്നോട്ട് വെക്കുന്ന കാര്യം വസ്തുതയാണ്. ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാലും ഈ ഇന്ധനവില വർധന മറ്റ് സാധനങ്ങളുടെ വിലവർധനക്കും കാരണമാവുകയില്ല എന്ന സംശയം വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് ഈ പറയുന്ന ഏത് നിലക്കാണ് അതിനെ താഴെ കൊണ്ടുവരാനാവുക എന്ന കാര്യം കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. വളരെ നന്ദി ശ്രീ എ റഹീം. ചർച്ചയിൽ പങ്കെടുത്തതിന് സമയക്കുറവുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. ശ്രീമതി മേരി ജോർജ്, ശ്രീ കൊടിക്കുന്ന് സുരേഷ്, ശ്രീ എസ് സുരേഷ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. ഇന്ധനവില വർധന കുറെ കാലമായിട്ട് ചർച്ചകളില്ലാത്തതാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ധനവില വർധന ഓരോ ദിവസത്തെയും കാര്യമായതുകൊണ്ട് അത് സാധാരണമായിട്ട് അനുഭവപ്പെടുകയും അതൊരു പ്രത്യേക വാർത്തയല്ലാതെ ആളുകൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങുകയും ചെയ്തുകൊണ്ടാണ്. പക്ഷേ ഇതിപ്പോൾ ഏറ്റവും കൂടിയ നിലയിലാണ്. അന്താരാഷ്ട്ര വിപണിയിൽ വില കുറഞ്ഞിരിക്കുമ്പോൾ പോലും നമുക്ക് വളരെ കൂടിയ വില ഇന്ധനത്തിന് നൽകേണ്ടി വരുന്നതിലെ അപകടകരമായ സാഹചര്യമാണ് ചർച്ചയായത്. ഇന്ധനവില വർധന കേന്ദ്ര സർക്കാരിൻ്റെ ജനവഞ്ചനയോ എന്ന ചോദ്യമാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ചിരുന്നത്. ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും പ്രതികരിക്കാനായിട്ട് ഞങ്ങളോട് പ്രതികരിച്ച പ്രേക്ഷകരിൽ 94% പേരും കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 94% പേരും, ഞങ്ങളോട് പ്രതികരിച്ചവരിൽ 94% പേരും ഇന്ധന വിലവർധന കേന്ദ്ര സർക്കാരിൻ്റെ ജനവഞ്ചനയാണ് എന്ന അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയല്ല എന്ന അഭിപ്രായം പ്രതികരിച്ച ആളുകളിൽ 6% പേർക്ക് മാത്രമാണുള്ളത്. ഇത് സ്വാഭാവികമായിട്ടും കഴിഞ്ഞ UPA സർക്കാരിൻ്റെ കാലത്തും നമുക്ക് ഓർമ്മയുള്ള ചർച്ചകളിൽ ഇതുതന്നെയായിരുന്നു നില. കേന്ദ്ര സർക്കാരിൻ്റെ ജനവഞ്ചനയാണ് ഇതിന് പിന്നിൽ എന്ന കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള രോഷമായിരുന്നു അക്കാലത്തും പ്രകടിപ്പിക്കപ്പെട്ടിരുന്നത്. ആ പ്രകടിപ്പിക്കപ്പെട്ട ജനരോഷത്തിൻ്റെ കൂടെ ഫലമായിട്ട് വന്നൊരു സർക്കാരിൻ്റെ കാലത്ത് അതേ ചോദ്യത്തിന് അതേ ഉത്തരം ഈ സർക്കാരിനെതിരെയും കിട്ടുന്നു എന്നതാണ് കൗതുകകരമായിട്ടുള്ള, അല്ലെങ്കിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. വളരെയധികം നന്ദി ഒരിക്കൽ കൂടെ അതിഥികൾക്ക്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.